ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിൻ്റെ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇന്ന് 1-ാം തീയതിയാണ്. കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ലേറ്റ് ആയിപ്പോയത്. ഓക്കെ, സദ്യം ക്ഷമിക്കുക. അതുകൊണ്ട് സമയം പോയത് കൊണ്ട് ഞാൻ ഓൾറെഡി ലെവൽസ് എല്ലാം വരച്ചിട്ടിട്ടുണ്ട്. എങ്കിലും ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ പറയാം. 2-3 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു. അത് വെച്ച് നിങ്ങൾക്കൊരു പ്രോഫിറ്റ് ഇന്ന് എടുക്കാൻ പറ്റി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഞാൻ ഇന്ന് തിരക്കായതുകൊണ്ട് പിന്നെ ഞാൻ പോളൊന്നും ഇട്ടില്ല. എല്ലാവരും നിങ്ങൾ പ്രോഫിറ്റിലാണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ജസ്റ്റ് മാർക്കറ്റിൻ്റെ ഒരു ബ്രീഫ് നമുക്ക് പറയാം. മാർക്കറ്റ് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ റേഞ്ചിനകത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇവിടെ, ഇല്ലേ? മാർക്കറ്റ് നമ്മുടെ റേഞ്ചിനകത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഇതായിരുന്നു ഫസ്റ്റ് ക്യാൻഡിൽ. ഓക്കെ, ഈ ഫസ്റ്റ് ക്യാൻഡിൽ നമുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ചെറിയ ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു മാർക്കറ്റ്. ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി. നമ്മുടെ റേഞ്ച് ഇതായിരുന്നു, അല്ലേ? ഞാൻ ഓൾറെഡി ലെവൽ വരച്ചിട്ടേക്കാണ് നിങ്ങൾക്ക് കാണാതെ. നമ്മുടെ റേഞ്ച് ഇതായിരുന്നു. ഇത് രണ്ടുമായിരുന്നു നമ്മുടെ റേഞ്ച്. ഇതിനകത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നേരെ താഴെ പോയിട്ട് നേരെ റിവേഴ്സൽ വന്നു. ഇച്ചിരി ഒന്ന് വലുതാക്കി കാണിക്കാം, എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, മാർക്കറ്റ് നേരെ താഴെ പോയി. ഇതാണ് ഈ ക്യാൻഡിലാണ്. അപ്പം ഇവിടുന്ന് നേരെ ഗ്യാപ്പ് ഡൗൺ ആണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത ശേഷം മാർക്കറ്റ് നേരെ മുകളിൽ പോയി നമ്മളുടെ വരച്ച ലൈൻ്റെ അപ്പർ ലൈനിൽ വന്ന് ടച്ച് ചെയ്തു, ഇല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ആക്ഷൻ എല്ലാം വളരെ സഡൻ ആയിരിക്കും. നമ്മൾ നോക്കി ലെവൽസൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്ഷൻ വളരെ സഡൻ ആയിരിക്കും. ഇവിടുന്ന് ഞാൻ ഓൾറെഡി ട്രേഡ് എടുത്തു. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ട്രേഡ് എടുത്തു. നമ്മൾ സുന്ദരമായിട്ട് ഇവിടുന്ന് ഇവിടം വരെ നമ്മൾ ക്യാപ്ചർ ചെയ്തു. ഞാൻ ക്യാപ്ചർ ചെയ്തു. പരിപാടി ഏകദേശം ഒരു എനിക്കൊരു 1200 1300 രൂപ കിട്ടുള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നിങ്ങൾ ഉള്ളത് എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞിരുന്നു. ഞാനിത് ഇത് ക്യാപ്ചർ ചെയ്ത് പെട്ടെന്ന് തന്നെ പരിപാടി നിർത്തി. എല്ലാവരോടും പറഞ്ഞു ക്യാപ്ചർ ചെയ്ത് പരിപാടി നിർത്തിയേക്കാൻ പറഞ്ഞു. അവർ പരിപാടി നിർത്തി. പിന്നെ ഞാൻ പറഞ്ഞു മാർക്കറ്റ് വോളറ്റൈലാണ്. ഇന്ന് FIS എല്ലാം അവധിയാണ്. 1-ാം തീയതിയാണ്. മാർക്കറ്റിൽ ലിക്വിഡിറ്റി വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യതയായിരിക്കും കൂടുതലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മൾ ട്രേഡ് അവസാനിപ്പിച്ചു. ഇവിടെ വന്ന് നമ്മളുടെ ഫസ്റ്റ് ടാർഗറ്റ് ടച്ച് ചെയ്തിട്ട് അതിന് ശേഷം മാർക്കറ്റ് പതുക്കെ ഇവിടുന്ന് നേരെ മുകളിലോട്ട് പോയതിന് ശേഷം പിന്നെ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ഇതിന് ശേഷം ഇവിടുന്ന് ഞാനൊരു ട്രേഡ് പറഞ്ഞായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ. ഇവിടുന്ന് ഞാൻ ട്രേഡ് പറഞ്ഞാൽ ഒരു ബോംബിൻ്റെ പടമൊക്കെ വെച്ച് വരച്ച് ഞാനൊരു സംഭവം ഇട്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇവിടുന്ന് നല്ലൊരു ക്യാപ്ചർ ഇവിടുന്ന് വരെ കിട്ടി. ഇത് ഞാൻ ഒന്ന് ക്യാപ്ചർ ചെയ്ത് ഗ്രൂപ്പിൽ പറഞ്ഞില്ലെങ്കിലും ഞാൻ ഇതും ഒന്ന് ക്യാപ്ചർ ചെയ്തു. ഒരു ന്യായമായിട്ടൊരു 10-20 പോയിൻറ്റ് നമുക്കിവിടെ കിട്ടി. ഇവിടെ ആണെങ്കിൽ എനിക്കൊരു 15 പോയിൻറ്റ് 20 പോയിൻറ്റിനടുത്ത് 18 പോയിൻറ്റിനടുത്ത് അങ്ങോട്ട് ഇവിടെ കിട്ടി. ഇവിടെ ഒരു 20 പോയിൻറ്റ് കിട്ടി. സന്തോഷം. ഓക്കെ, 30 പോയിൻറ്റ് കിട്ടിയപ്പോൾ തന്നെ 2500 രൂപയ്ക്ക് അടുത്ത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അത് മതി. ഈ 2 ഓപ്പർച്യൂണിറ്റി മാത്രമേ ഞാൻ ഉപയോഗിച്ചുള്ളൂ. ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്കും ഇത് ഗ്രാബ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ പോൾ ഇട്ടില്ല. വേണമെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ പോളൊന്ന് ഇട്ടേക്കാം, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്രോഫിറ്റിലാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഇന്നത്തെ മാർക്കറ്റിൽ. വേറെ കൂടുതൽ ഒത്തിരി സംസാരിക്കാനില്ല. അപ്പം നാളെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നാളെ മാർക്കറ്റ് ഓപ്പണാണ്. അപ്പം US മാർക്കറ്റ് നാളെ ഓപ്പൺ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അറിയത്തില്ല, ഇന്ന് രാത്രി മാർക്കറ്റ് ഇല്ല, US മാർക്കറ്റ് ഇന്നില്ല. അപ്പം നാളെ മാർക്കറ്റ് US മാർക്കറ്റ് കാണും. അപ്പോൾ ഇന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ നമുക്ക് ഐഡിയകളൊന്നും കിട്ടുന്നില്ല. ഗിഫ്റ്റ് നിഫ്റ്റി എല്ലാം ഒന്നും കാണിക്കുന്നില്ല. അപ്പം നാളെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പാതിരാത്രി കഴിഞ്ഞെങ്കിൽ US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ പോലും ഓപ്പൺ ആകത്തുള്ളൂ. എന്നെങ്കിലും നമുക്ക് എന്താ ട്രെൻഡെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നാളെ നമുക്ക് ഓപ്പൺ ചെയ്യും. ഈ 2 ബ്ലൂ ലൈനാണ് നമ്മുടെ നാളത്തെ നമ്മുടെ ഓപ്പണിംഗ് റേഞ്ച്. ഓക്കെ, ഈ റേഞ്ചിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇതിവിടെ ക്ലോസ് ചെയ്തെങ്കിലും ഇതിപ്പോൾ 23,758 ക്ലോസ് ചെയ്തേക്കുന്നെങ്കിലും 742 കറക്റ്റ്. 742 ക്ലോസിങ്. അപ്പം ഇതിനവിടുന്ന് എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു നോക്കുക. ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു അല്ല ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു നോക്കിയിട്ട് മാത്രം നമ്മൾ ട്രേഡ് എടുക്കുക. ഒരു കൺഫർമേഷൻ ഇതിന് താഴെയാണ് ഒരു കൺഫർമേഷൻ. ഇതും ബ്രേക്ക് ചെയ്ത് പെട്ടെന്ന് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് മാർക്കറ്റ് വേണേൽ പെട്ടെന്ന് ഇത് ബ്രേക്ക് ചെയ്യാം. ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇതുകൂടെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൺഫർമേഷൻ ആയിരിക്കും. പിന്നെ നമുക്ക് താഴോട്ടുള്ള ടാർഗറ്റുകൾ നമുക്ക് നോക്കാം. ഓക്കെ, മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ടാർഗറ്റ് ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് നമുക്ക്
കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇത് ടാർഗറ്റ് നമുക്ക് കിട്ടും. ഇത് രണ്ടുമാണ് നാളത്തെ റേഞ്ച്. ഓക്കെ, ഞാൻ ഒത്തിരി അങ്ങ് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പം ഞാൻ നിങ്ങൾ ഒന്നാം തീയതി ട്രേഡ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവരും പ്രോഫിറ്റിലാണ് ഇറങ്ങിയെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പ്രോഫിറ്റിലാണ് ഇറങ്ങിയത്, എൻ്റെ കൂടെ ഉള്ളവരും പ്രോഫിറ്റിലാണ് ഇറങ്ങിയത്. നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല എങ്ങനെയാണ്. എങ്കിലും നമ്മൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ന്യായമായിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 മുതൽ ഒരു 25,000 രൂപ വരെയാണ് നിങ്ങളുടെ ക്യാപിറ്റലെങ്കിൽ നിങ്ങളൊരു മാക്സിമം 2,000 രൂപയിൽ നിങ്ങളുടെ ട്രേഡ് നിർത്താൻ നോക്കുക. ഓക്കെ, 2,000-2,500 രൂപ പ്രോഫിറ്റിൽ നിങ്ങൾ ട്രേഡ് നോക്കുക. 10K ഉള്ളെന്നുണ്ടെങ്കിൽ ഒരു 1,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡ് നിർത്താൻ നോക്കുക. അങ്ങനെ നിങ്ങളൊരു ഒരു പിന്നെ ഒരു അച്ചടക്ക മനോഭാവം നിങ്ങൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം വിജയിക്കാൻ പറ്റും. ന്യായം എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് നമ്മളിൽ ഓരോരുത്തരിൽ നിന്നും മറ്റുള്ളവരിലേക്ക് ഇത് പകർത്താൻ ശ്രമിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ന്യായം പാലിച്ച് വിജയിച്ചെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും. ശരിയല്ലേ? മറ്റൊരാളെ നിങ്ങൾക്ക് ഉത്തേജിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വിജയിച്ചു, നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. അങ്ങനെ ഒരാളിൽ നിന്ന് കൈമാറി നമ്മുടെ ഈ ന്യായം പരിപാടി ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡേഴ്സിൻ്റെ ഇടയിൽ ഇതൊരു ട്രെൻഡിങ് ആകണം. ഓക്കെ, ഈ ട്രെൻഡിങ് ഇന്ന് വരെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനൊരു പരിപാടി? ന്യായം എന്നുള്ളൊരു വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾ ഈ ന്യായത്തിന് വില കൊടുത്ത് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ നിങ്ങൾ വിജയിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഓൾറെഡി വിജയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മറ്റൊരാൾക്ക് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അല്ലേ? ഈ ന്യായം പരിപാടി നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും, വിജയിക്കാൻ പറ്റും. നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്ന് ഇതൊരു ട്രെൻഡിങ് സംഭവമാകും. ഓക്കെ, അതുകൊണ്ട് ന്യായം നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ പകർത്താൻ ശ്രമിക്കുക. കൂടുതലൊന്നും പറയുന്നില്ല. നാളെ നമുക്ക് മാർക്കറ്റിൽ കാണാം. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.